കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ലവ് സ്റ്റോറി ആയിരുന്നല്ലോ, ഭയങ്കര ഒരു ടച്ചിങ് വീഡിയോ ആയിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ കുറേ മെസ്സേജസ്. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. കാരണം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറേ ആളുകൾ ഉണ്ട്, പുറത്ത് നിന്നും നമ്മുടെ ലൈഫ് കണ്ട കുറേ ആളുകളുണ്ട്. അന്ന് കോളേജിൽ വെച്ച് കോണ്ടാക്റ്റ് നിന്ന് പോയി, ഇത് കണ്ടതിന് ശേഷം വീണ്ടും കോണ്ടാക്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എന്നാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കരയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട് ആൻഡ് മെസ്സേജസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പാർട്ട് 3 കൂടെ ആക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോറി അങ്ങനെ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചാണല്ലോ നമ്മൾ ആ ലവ് സ്റ്റോറി ഇട്ടത്. അപ്പോൾ ഇനി ഞാൻ ആ സെലിബ്രേഷൻസൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമ്മളിവിടെ സ്വീഡനിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലാണെങ്കിൽ നമ്മുടെ എല്ലാവരും ഒന്നിച്ച് അങ്ങനെ ഒരു സെലിബ്രേഷനാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു പരിചയമില്ലാണ്ട് ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അവരാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ഫാമിലീനെ മിസ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് അവരാണ്. ഒരു പരിചയമില്ലാത്ത കുറേ ആളുകൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഫാമിലി. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല, എന്നാലും എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. സോ വെൽക്കം യു ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ സുപ്രിയ സ്പീക്സ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ തന്നെ ഒരു കോമൺ റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ റൂംസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസോ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ താഴത്തെ അപ്പാർട്ട്മെൻറ്റ് റൂംസിലാണ് നമ്മൾ ഈ പാർട്ടീസും കാര്യങ്ങളും എന്തെങ്കിലും വിശേഷങ്ങളോ സെലിബ്രേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യാറ്. ആൻഡ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു റൂമാണ്. കാരണം അത്യാവശ്യം പാത്രങ്ങളും കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഇവിടെയുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമായിരുന്നു. ചെറിയ വട്ടയപ്പവും പിന്നെ ഫുഡും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ആ അറ്റത്തിരിക്കണ കുട്ടീനെ ഉണ്ടോ, പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സ്മെല്ലാണല്ലോ. അങ്ങനെ പുറത്ത് വന്നിട്ട് ഡോറ് നോക്ക് ചെയ്തിട്ട് ഭയങ്കര സ്മെല്ല് വരണം. പുള്ളിക്കാണെങ്കിൽ പുതിയതായിട്ട് പോയി കുറച്ച് ഫുഡ് ടേസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ഫിലിമിലെ പോലെ എനിക്കറിയാൻ പാടില്ല സാറേ, കുറച്ച് ചോറ് തരുമോ? അല്ല, അവരുടെ കാര്യങ്ങൾ ഫീലിങ്സ് എന്താന്നുള്ളത് അവർ ഓപ്പണായിട്ട് അങ്ങനെ സംസാരിക്കും, ചോദിക്കും. അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഫണ്ടിന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പോയത്. അതിനുശേഷം നമ്മൾ കുട്ടികൾക്കൊരു ഡ്രോയിങ് ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കോമ്പറ്റീഷൻ ആണ് കേട്ടോ. ടീം പറഞ്ഞ് വരയ്ക്കാൻ പോവാ. പഴയ ടീമിനെ കൊടുക്കല്ലേ. ഒരു മല, ഒരു മല, ഒരു സൂര്യൻ, ഒരു വീട്, 3 കാക്ക, ആകാശം, 3 കാക്ക. Okay, your time starts now. ടൈം ഉണ്ട്, സമയത്ത് വരച്ചോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിലെ കുട്ടികളും മുതിർന്നവരൊക്കെ ഉള്ളതുകൊണ്ട് 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിരിക്കും കേട്ടോ അവരുടെ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാരൻസ് മാത്രം സംസാരിച്ചിരിക്കാണ്ട് അവരെയും കൂടെ കുറേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ രസകരമായിരിക്കും ആ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും കുട്ടികൾക്കും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാനായിട്ട്. അടുത്തത് കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളാണ്. Very good.
ചോര കണ്ട് തുടക്കം എനിക്കറിയാട്ടെ ഇതിൽ ഫിലിം സോങ്സ് ഒക്കെ വരണമുണ്ട്, നമുക്ക് കോപ്പിറൈറ്റ് വരാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാനത് റിമൂവ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് വീഡിയോ വേണം. ഇതൊക്കെ ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. നമുക്ക് മോണിറ്റൈസേഷൻ്റെ സമയത്ത് കോപ്പിറൈറ്റ് ആയിട്ടുള്ള വീഡിയോസൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല എന്നാണ്. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു അപ്ലോഡ് ദിസ് വീഡിയോ. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മുടെ ലിപ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമ്മുടെ പാർട്ട്ണർ ഏത് വേർഡാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അവരൊക്കെ ഒരു ഹെഡ്ഫോണിൽ ഹൈ വോളിയത്തിൽ ഒരു മ്യൂസിക് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാലും സൗണ്ട് കേൾക്കില്ല. അതാണ് ഗെയിം. അത് വരില്ല. മാങ്ങ കേട്ടോ, 10 സെക്കൻഡ് ഉള്ളോ? ചക്രം. മല. പുലി. വിമാനം. 5 സൂര്യൻ. മണ്ടൻ. പറവ. പാട്ട് കേൾക്കുണ്ടോ? അടിപൊളിയാണ്. ഭീകരം. 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 റൊട്ടി. 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 കിഴങ്ങ്. മണ്ടൻ. ടിക്കറ്റ്. സമയം. സൂപ്പർ. ഭീമൻ. നാരങ്ങ. മുയൽ. ബലൂൺ. ബലൂൺ. എന്റെ മദ്യം. കുറച്ചോർക്ക് പറ. മദ്യം ഇങ്ങനെ പറയണം.
നീ എന്നോ അറിയാറില്ല ഇവർക്കൊക്കെ ഉറക്കെ കൊടുത്തു കിരൺ ആരാണ് കിരൺ ആരാണ് കിരൺ ശ്രീകൃഷ്ണൻ ക്ലാസ് ഇത്തിരി അവർക്ക് പറഞ്ഞ ചേച്ചി അടുത്ത് പറഞ്ഞോ നെക്സ്റ്റ് ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിലിം സോങ്ങിന്റെ സ്റ്റാർട്ടിങ് വെക്കും. അതേതാണ് സോങ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അവര് ജയിക്കും കേട്ടോ, വയ്ക്കാൻ പോവാണേ. ഇതല്ല പാട്ട് കേട്ടോ, ഇതല്ല ഓക്കെ. ആ കറക്റ്റാ. അപ്പൊ അവർക്കൊരു വൈൻഡ് കേട്ടോ. ഓക്കെ അടുത്തത് പാടണം പാട്. ഓക്കെ ഗേൾസ് 3 പോയിന്റും ബോയ്സ് 4 പോയിന്റായി മുന്നേറുന്നു. നിങ്ങൾ എത്തിരി കയറിയെന്നോ? നിങ്ങളെന്ന് എത്തിരി കയറിക്കേ. ശരി ഇപ്പൊ അടുത്ത പാട്ട് വരെ. കൂട്ടില്ല മീശക്കാരെന്ന് പറഞ്ഞു, അത് കൂട്ടില്ല കൂട്ടില്ല ആർക്കുമില്ല. കറക്റ്റ് പാട്ട് പറയണം. മീശക്കാരെന്ന് പറഞ്ഞ സമ്മതിക്കില്ല. ആർക്കുമില്ല. കിട്ടോ കിട്ടോ? കഴിഞ്ഞു പാട്ട് കഴിഞ്ഞു. ഇപ്പൊ പാട്ട് ഇതില് വരും. ഒന്നോടെ വയ്ക്കേ. ആണോ? നോക്കാം നോക്കാം വരും. നോക്കാം നോക്കാം. നോക്കട്ടെ നോക്കട്ടെ. കറക്റ്റ് കറക്റ്റ്. ഇവൾ പൊയ്യോ മെയ്യോ തെരിയാമേ ഇവൾ പിന്നാൽ നിന്റെ പോകാതെ ഇരുക്കും താമരേ. ചേട്ടാ ക്യാമറയിലേക്ക് നോക്കൂ.
ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ക്ലോസ് പീപ്പിൾ ഫാമിലി ഇവിടെ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ നാടും വീടും നാട്ടുകാരും വീട്ടുകാരും ഫാമിലിയും ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ മാറി നിൽക്കുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കുറേ ഗെറ്റ് ടുഗദേഴ്സാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് നൽകുന്ന കുറേ കാര്യങ്ങൾ. പറഞ്ഞോ. വെഡിങ് ആനിവേഴ്സറി സുപ്രിയ ശരത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സുപ്രിയ ശരത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സുപ്രിയ ആൻഡ് ശരത്. ആരാ? ഞാൻ ചേച്ചി പറ, ചേച്ചി നല്ല കലക്കലോട് പറ. വെഡിങ് ആനിവേഴ്സറി വിഷയേ പെട്ടെന്ന് പറയണ്ടോ, ഞങ്ങള് കട്ട് ചെയ്തോളാം. ഓക്കെ പറഞ്ഞു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈക് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ലൈക് ഐ ഹാവ് ലേൺഡ് എ ലോട്ട്. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സ്റ്റേ ബ്ലെസ്ഡ് ഫോറെവർ. എന്റെ ഉണ്ട് ഓന്റെ വേണം. ഇത് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ? ശരത്തേട്ട എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ? 7ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ? 10 സത്യം അല്ലല്ലോ. തിരിച്ചു ചെറിയൊരു എല്ലാവർക്കും തരാലോ, എല്ലാവർക്കും തരാലോ, എല്ലാവരും കഴിച്ചോട്ടോ. സേ സംതിങ്. ഞാൻ മുമ്പ് പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞു, കുഴപ്പമില്ല. എന്തേലും പറഞ്ഞു, കുഴപ്പമില്ല. വളരെ സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. അത്രേ ഉള്ളു. നീലോച്ചി ഓടണ്ട, ഞാൻ പുറകെ വരും. ഞാൻ ഇതിനെ കുറിച്ച് പറയാം. പറഞ്ഞു. ഇതൊരു നല്ലൊരു ഇതാണ്. 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് പറയാനുള്ളത്? 8 വർഷം പിന്നിട്ട് പോയി. എന്താണ് പറയാനുള്ളത്? ഭയങ്കര അടിപൊളിയായിരുന്നു. 8 വർഷം ജീവിതത്തിൽ മുന്നിൽ കടന്നുപോയി. പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. പല പറയ് അല്ല, 8 വർഷത്തെ അതെ 8 വർഷത്തേക്ക് എന്റെ ജീവിതത്തിൽ ശരിക്കും പറയാം, അതായത് മറ്റുള്ളവരുടെ കണ്ണില്, അതായത് എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഒരു ഹിന്ദു എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് ഞങ്ങളുടെ ലൈഫ് ജീവിച്ച് കാണിക്കുക എന്നുള്ളൊരു ആൻസർ മാത്രമേ ഉള്ളൂ. എന്റെ അപ്പച്ചനൊക്കെ കല്യാണത്തിന്റെ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇപ്പൊ അപ്പച്ചൻ തന്നെ പറയാറുണ്ട്,
അവര് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയൊരു നല്ലൊരു റിലേഷനും ഞാൻ ഇത്ര ഹാപ്പി ആയിരിക്കില്ല. അത് കറക്റ്റ് ആണ്. ഞാൻ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. അവിടെ ചോദിച്ചില്ല അവിടെ ചോദിച്ചില്ല അവിടെ ഇനി ശാരദാ few words from your heart. I don't have any words to say. പറയോ സാറത്തിന് സുപ്രിയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 ക്വാളിറ്റി അതെ അഞ്ചൊന്നും ഇല്ലേ? ഓക്കെ ഓക്കെ ആരൊക്കെ പാരന്റിങ് പാരന്റിങ് അങ്ങനെ കുറേ പാട്ടും കളികളും ചിരികളും ഡാൻസും ഒക്കെ ആയിട്ട് ആ ദിവസം കഴിഞ്ഞു പോയി കേട്ടോ. നമ്മുടെ കൂടെ അന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്കന്ന് ഒത്തിരി വിഷസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മളെ ഇതുവരെ കാണാത്ത അറിയാത്ത ആളുകളിൽ നിന്നും ഒക്കെ ഒത്തിരി മെസ്സേജസും വിഷസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ കാരണം ആ ഒരു വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓർക്കുന്നതിൻ്റെ ഒരു സിമ്പിളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം ബ്യൂട്ടിഫുള്ളാക്കി തന്ന എല്ലാവർക്കും താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അസ്. ബൈ. പിന്നെ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ നമ്മുടെ വീഡിയോസിൽ ഒത്തിരി പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ ഇൻ്റർ റിലീജിയൻ ആയതുകൊണ്ടെന്ന്. എനിക്കൊരു മൊമെൻറ്റിൽ പോലും ഇൻ്റർ റിലീജിയൻ ആയതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഒരിക്കലും ഒരു മതവിശ്വാസിയല്ല. അപ്പോൾ നമ്മുടെ കുട്ടികളും നോ റിലീജിയൻ ആയിട്ട് തന്നെയാണ് അവർ വളർന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ നോ റിലീജിയനാണ്. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും വെട്ടലും കുത്തലും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് നല്ല മനുഷ്യരായിട്ട് അവരെ വളർത്താനായിട്ടാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും പ്രശ്നങ്ങളില്ലാണ്ടിരിക്കട്ടെ. നല്ല മനുഷ്യരായിട്ട് മറ്റൊരാൾ വിഷമിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കും കേട്ടോ. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. സോ യാ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് വീക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.